ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആണ്ടുവട്ടത്തിലെ 31-ാം ഞായർ. നമ്മൾ ഇന്ന് സുവിശേഷത്തിൽ കേൾക്കുന്നത് സക്കേയൂസിന്റെ മാനസാന്തര കഥയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ നമുക്കറിയാം, ലൂക്ക എഴുതിയത് തന്നെയാണ്. അതിലെ ഏറ്റവും വലിയ മാനസാന്തര കഥ പൗലോസിന്റെ മാനസാന്തരത്തിന്റെ കഥയാണ് എങ്കിൽ, ലൂക്കയുടെ സുവിശേഷത്തിൽ വലിയ മാനസാന്തരത്തിന്റെ കഥയാണ് നമ്മൾ ഈ സക്കേയൂസിന്റെ അനുഭവത്തിൽ നമ്മൾ കാണുക. ഈശോയെ കാണാൻ ആഗ്രഹിച്ചു, അതിനുവേണ്ടി പരിശ്രമിച്ചു, കർത്താവിന്റെ സ്വരം കേട്ട് അത് അനുസരിക്കാൻ തയ്യാറായി, കർത്താവിനെ തന്റെ ഭവനത്തിലേക്ക് സ്വീകരിച്ചു. അതിലൂടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ പരിവർത്തനമുണ്ടായി. ആ വലിയ മാനസാന്തരത്തിന്റെ കഥയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ തുടങ്ങട്ടെ ഒരു ചെറിയ കഥ പോലെ. രൂപത്തില് നമ്മൾ സക്കേയൂസിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അവൻ ഒരു കുള്ളനായിരുന്നു എന്ന് ബൈബിൾ എടുത്ത് പറയണം. കുള്ളനായിരുന്നു എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ട് ചെറിയവനായിരുന്നു. അവൻ സ്കൂളിൽ പോകുമ്പോഴും കൂട്ടുകാരൊക്കെ കളിയാക്കി കുള്ള 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 എന്ന് വിളിച്ചു. സാധാരണയായിട്ട് നമ്മളിങ്ങനെ കളിയാക്കപ്പെടുമ്പോൾ പലപ്പോഴും ഇങ്ങനെ ഒഴിഞ്ഞു മാറി ഒന്നും ചെയ്യാതെ നമ്മളിങ്ങനെ മാറി നിൽക്കാറുണ്ട്. എന്നാൽ ഈ സക്കേയൂസ് ആ നിലപാടല്ല എടുത്ത്, നേരെ എതിരായിട്ടുള്ള നിലപാടെടുത്ത്. സക്കേയൂസ് പറഞ്ഞു, നിങ്ങളൊക്കെ എന്നെ കുള്ള കുള്ള എന്ന് വിളിക്കുന്നു അല്ലേ, ഞാൻ നിങ്ങളെയൊക്കെ കുള്ളന്മാരാക്കും. അപ്പൊ പിന്നെ അവന്റെ ശ്രദ്ധ മുഴുവനും തന്റെ കുള്ളത്തരം മാറ്റാൻ വേണ്ടി, മറ്റുള്ളവരെയൊക്കെ കുള്ളന്മാരാക്കാൻ വേണ്ടി അവൻ എന്ത് ചെയ്യുന്നറിയാവോ, നന്നായിട്ട് പഠിച്ചു, നല്ല മാർക്കോടെ പാസ്സായി. അപ്പോഴ് നേരത്തെ അവനെ കുള്ള കുള്ള എന്ന് വിളിച്ചവരൊക്കെ കുറച്ച് മാർക്ക് വാങ്ങി അവന്റെ മുമ്പിൽ കുള്ളന്മാരെ പോലെ നിലകൊണ്ടു. ഇത് കഴിഞ്ഞിട്ടോ അവൻ നല്ല ജോലി കരസ്ഥമാക്കി. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലെ ഇൻസ്പെക്ടർ പദവിയിലെ ഉദ്യോഗം തന്നെ കരസ്ഥമാക്കി. ആ സമയത്ത് അവനെ കുള്ള കുള്ള എന്ന് വിളിച്ചവരൊക്കെ ഒരു വിധത്തിൽ തൊഴിലില്ലായ്മ വേതനവും വാങ്ങിക്കൊണ്ട് ഇങ്ങനെ കുള്ളന്മാരെ പോലെ നിലകൊണ്ട്. അത്രയും മാത്രമല്ല, അവനുണ്ടല്ലോ പണം അങ്ങോട്ട് സമ്പാദിച്ചു, ഒത്തിരി പണം സമ്പാദിച്ചു. അപ്പോൾ ഒരു വിധത്തിൽ അവനെ കുള്ള എന്ന് വിളിച്ചവരൊക്കെ ഒരു വിധത്തിൽ യാചകരെ പോലെ നിലകൊണ്ട്. നല്ല വലിയ ഭവനം പണിതു. വേണമെങ്കിൽ പറയാം, ഏറ്റവും സുന്ദരിയായ സ്ത്രീയെ കല്യാണം കഴിച്ചു എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ ആ രീതിയിൽ തന്റെ കുള്ളത്തരം മാറ്റാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അവിടെ അവന്റെ ശ്രമം പ്രധാനമായിട്ടും ഈ കുള്ളത്തരം മാറ്റുക എന്നതിനേക്കാളും മറ്റുള്ളവരെയൊക്കെ കുള്ളന്മാരാക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ അതൊന്നും അവന് സംതൃപ്തി വരുത്തിയില്ല. അവൻ അവരെയൊക്കെ കുള്ളന്മാരാക്കാൻ പറ്റിയെങ്കിലും, വലിയ സമ്പന്നനായെങ്കിലും, ലോകത്തിന്റെ ദൃഷ്ടിയിൽ അവൻ ഏറ്റവും വലിയവനായി തീർന്നു എങ്കിൽ പോലും അവന് സംതൃപ്തി വന്നില്ല. അവൻ കർത്താവിനെ കാണാൻ ആഗ്രഹിച്ചു. തന്റെ കുള്ളത്തരം മാറ്റാൻ കഴിയുന്ന, അപ്പൊ അവന്റെ കുള്ളത്തരം മാറാത്ത അവസ്ഥ, തന്റെ കുള്ളത്തരം മാറ്റാൻ കഴിയുന്ന ഒരുവനെ തനിക്ക് കാണാൻ പറ്റുമല്ലോ എന്നോർത്ത് അവൻ യേശുവിനെ തേടി പുറപ്പെടുക. പക്ഷെ അവിടെയും അവന്റെ കുള്ളത്തരം അവനെ വിഷമിപ്പിച്ചു. അവൻ അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയാവോ, അവൻ മുമ്പേ ഓടിയിട്ടും അവന്റെ കുള്ളത്തരം മാറിയില്ല. അപ്പോൾ അവൻ കയറി, ഒരു മരത്തിൽ കയറി. ആ മരത്തിൽ കയറി അവൻ അവിടെ ഇരുന്നു. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് ഈശോ കടന്നു വരിക. ഈശോ കടന്നു വന്നിട്ട് അവനെ വിളിച്ചു, സക്കേയൂസ് ഇറങ്ങി വരൂ. പ്രിയപ്പെട്ടവരെ, അവിടെ സക്കേയൂസിന്റെ കുള്ളത്തരം മാറി. അതുവരെ അവന് കയറാനേ പറ്റുള്ളൂ, ഇറങ്ങാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും അവന് ഇറങ്ങാൻ പറ്റുക. അതുവരെ അവന് വാങ്ങാനേ, പിടിച്ചടക്കാനേ പറ്റുള്ളൂ, പിടിച്ചു വാങ്ങാനേ പറ്റിയിട്ടുള്ളൂ. പക്ഷെ ഇപ്പോഴോ അവന് കൊടുക്കാൻ പറ്റി. കാരണം അവന്റെ കുള്ളത്തരം മാറി. എന്താ കാരണം എന്നറിയാവോ? തന്നെ കുള്ള എന്ന് വിളിക്കാതെ തന്റെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരുവനെ കണ്ടെത്തിയപ്പോൾ. മാത്രമല്ല, അവനെ ഒന്നും കാണാനേ താൻ മോഹിച്ചുള്ളൂ. എന്നാൽ തന്റെ ഭവനത്തിലേക്ക് അതിഥിയായവൻ കടന്നു വരുന്നു എന്ന് കേട്ടപ്പോൾ അവന്റെ സന്തോഷം. പ്രിയപ്പെട്ടവരെ, അവൻ തന്റെ ഭവനത്തിലേക്ക് ഈശോയെ സ്വീകരിച്ചു. അതിലൂടെ അവന്റെ ജീവിതത്തിൽ വലിയ മാനസാന്തരം, രക്ഷയുടെ അനുഭവം വരിക. അവൻ മാത്രമല്ല, അവന്റെ കുടുംബം പോലും. അപ്പോൾ ഒരു വ്യക്തി, ഒരു വിധത്തിൽ കുടുംബനാഥൻ തന്നെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നാൽ അവൻ മാത്രമല്ല, കുടുംബം മുഴുവനും രക്ഷ പ്രാപിക്കുന്ന വലിയൊരു അനുഭവമാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ കാണുക. പ്രിയപ്പെട്ടവരെ, ഈ സക്കേയൂസ് എന്നുവരെ മറ്റുള്ളവരുടെ കണ്ണിലേക്ക് നോക്കി, അല്ലെങ്കിൽ ലോകത്തിന്റെ കണ്ണിലേക്ക് നോക്കി തന്നെ കണ്ടെത്താൻ ശ്രമിച്ചുവോ, അപ്പോഴൊക്കെ ഒരു വിധത്തില് അവൻ കുള്ളനാണ്, പാപിയാണ് എന്നുള്ള രീതിയിൽ, വഞ്ചകനാണ് എന്നുള്ള രീതിയിലാണ് അവൻ തന്നെ മനസ്സിലാക്കുക. നമുക്കറിയാമല്ലോ, നമ്മുടെയൊക്കെ ജീവിതം നിയന്ത്രിക്കപ്പെടുന്നത് നമ്മുടെ ആത്മബോധത്തിലൂടെയാണ്. ഞാൻ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു അതാണ് എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുക. അപ്പൊ സക്കേയൂസിന് അതുവരെ താൻ കുള്ളനാണല്ലോ, പാപിയാണല്ലോ, അവഹേളിതനാണല്ലോ എന്നുള്ള ചിന്ത അവനെ അലട്ടിയിരുന്നു. അതാണ് അവന്റെ ജീവിതത്തെ നിയന്ത്രിച്ചത്. എന്നാൽ എന്ന് അവന് തന്റെ ദൃഷ്ടി കർത്താവിലേക്ക് നോക്കാൻ സാധിച്ചോ,
കർത്താവ് തന്നെ നോക്കുന്നത് കാണാൻ സാധിച്ചോ? കർത്താവിന്റെ കണ്ണിലൂടെ തന്നെ കണ്ടെത്താൻ സാധിച്ചോ? അപ്പോൾ അവന് തന്നെ ദൈവത്തിന്റെ മകനായി കാണാൻ പറ്റും, അബ്രഹത്തിന്റെ മകനായി ദർശിക്കാൻ പറ്റി. രൂപത്തില് ഈശോ അവനെ കണ്ടെത്തി, നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തിയ ഈശോ. നമ്മൾ ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ വായിച്ചു കേൾക്കുന്നുണ്ട് ദൈവത്തെക്കുറിച്ച്. ദൈവത്തിന് മുമ്പിൽ ഒരു വിധത്തില് ലോകം മുഴുവനും തന്നെ ഒരു നിസ്സാരമാണെങ്കിൽ പോലും അതിനെല്ലാം കരുതുന്ന ദൈവം, സ്നേഹിക്കുന്ന ദൈവം, എല്ലാത്തിലും തന്നെ ചൈതന്യം നിറയ്ക്കുന്ന ദൈവം, കരുണ നിറഞ്ഞ കൃപ നിറഞ്ഞ ദൈവം. ആ ദൈവത്തെയാണ് ഈശോയുടെ കണ്ണിലൂടെ സക്കേയൂസ് കണ്ടെത്തുക. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സങ്കീർത്തനത്തിൽ പറയും, വീണവരെ എഴുന്നേൽപ്പിക്കുന്ന ദൈവം, വീഴാതെ താങ്ങുന്ന ദൈവം, കരുണ കാണിക്കുന്ന ദൈവം, സ്നേഹം നിറഞ്ഞ ദൈവം. ആ ദൈവത്തെ നിരന്തരം സ്തുതിക്കുവാനുള്ള വലിയ ആഹ്വാനമാണ്. ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കും എന്നുള്ള വലിയ ആ പ്രഖ്യാപനമാണ് ഇന്നത്തെ സങ്കീർത്തനത്തിൽ 145-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. ഇന്നത്തെ രണ്ടാമത്തെ വായനയില് പൗലോസ് അപ്പോസ്തലൻ പറയും, പ്രിയപ്പെട്ടവരെ, കർത്താവ് ദയ വീണ്ടും വരുമെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഭയപ്പെടുത്തുന്നവരുടെ പിന്നാലെ നിങ്ങൾ പോകണ്ട. അവരുടെ സന്ദേശമല്ല നിങ്ങൾ ഗ്രഹിക്കേണ്ടത്. കർത്താവ് കടന്നു വരുന്നത് നിങ്ങളെ രക്ഷിക്കാനാണ്. ആ രക്ഷിക്കുന്ന കർത്താവിനെ കണ്ടുമുട്ടുവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ കണ്ടെത്തിയ ആ സക്കേയൂസിന്റെ അനുഭവമാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. നമ്മൾ ആ സുവിശേഷത്തിലേക്ക് നോക്കുമ്പോൾ ഒരു വിധത്തില് ക്രൈസ്തവ ജീവിതത്തിന്റെ മർമ്മം നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. എന്താണ് ക്രൈസ്തവ ജീവിതം? അതിൽ 4 കാര്യങ്ങളുണ്ട്. ക്രൈസ്തവ ജീവിതത്തിൽ ഉള്ള 4 കാര്യങ്ങൾ. അത് എന്തൊക്കെയാണെന്നറിയാം? ഒന്നാമത്തേത്, അവിടെ ഈ 19-ാം അധ്യായം 6-ാമത്തെ വാക്യവും അവിടെ പറയുകയാണ്, അവൻ തിടുക്കത്തിൽ ഇറങ്ങി വന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. അതാണ് 4 വാക്കുകൾ. അവൻ തിടുക്കത്തിൽ. നമ്മുടെ ജീവിതം ഉണ്ടല്ലോ, ഒരു തിടുക്കമുള്ള ജീവിതം, വ്യഗ്രതപ്പെടുന്ന ജീവിതമല്ല, ഒരു തിടുക്കം, ചെയ്യേണ്ട കാര്യം ചെയ്യാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധ വയ്ക്കുന്നു. കർത്താവ് അവിടെ കടന്നു പോകുമ്പോൾ കർത്താവ് വരും മുമ്പേ തന്നെ കർത്താവിന് വേണ്ടി അവൻ ഒരുങ്ങിയിരുന്നു. എന്നിട്ട് കർത്താവ് വിളിച്ചപ്പോഴോ അവൻ തിടുക്കത്തിൽ ഇറങ്ങി വന്നു. ഞാൻ മരത്തെ കയറിയിരിക്കുക, ഞാൻ എങ്ങനെ ഇറങ്ങുന്നത് എന്നൊന്നും അവൻ ചിന്തിച്ചില്ല. ജനക്കൂട്ടം എന്ത് വിചാരിക്കും എന്നവൻ ചിന്തിച്ചില്ല. പ്രിയപ്പെട്ടവരെ, അവൻ തിടുക്കത്തിൽ, ജീവിതത്തിലൊരു തിടുക്കം. നമുക്കറിയാമല്ലോ മാതാവിന്റെ തിടുക്കം. എലിസബത്ത് ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ മാതാവിന്റെ അടുത്തേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെടുന്ന അമ്മ, അല്ലെങ്കിൽ ആട്ടിടയന്മാര്, ഈശോ ജനിച്ചിട്ടുണ്ട്, രക്ഷകൻ ജനിച്ചിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ അവർ തിടുക്കത്തിൽ യാത്ര പുറപ്പെടുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആ ഒരു തിടുക്കം വേണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ ക്രൈസ്തവ ജീവിതം ജീവിക്കുക. അലസരായി കഴിയേണ്ടവരല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ. രണ്ടാമത്തേത്, ഇറങ്ങി വന്ന്. ക്രൈസ്തവ ജീവിതം ഒരു ഇറങ്ങി വരല്ല, കയറിയിരിക്കലല്ല, ഇറങ്ങി വരുന്നതാണ്. അത് മാനസാന്തരത്തിന് കാര്യമാണ്, എളിമപ്പെടുന്ന കാര്യമാണ്. നമുക്കറിയാമല്ലോ മാതാവ് എന്താ പറയുന്നത്? ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. ഈശോയുടെ ചിന്താഗതി നമുക്കറിയാമല്ലോ, ശിഷ്യന്മാരുടെ പോലും പാദം കഴുകുകയാണ്. ഈശോ പറയാണ്, ഈ ലോകത്തിലെ അധികാരികൾ മറ്റുള്ളവരുടെ മേലധികാരം ചെലുത്തുന്നു, നിങ്ങളോ അങ്ങനെ ആകരുത്, എല്ലാവർക്കും ദാസനാകണമെന്ന് പറയാണ്. ഇറങ്ങി വരുന്നിടത്തെ പ്രിയപ്പെട്ടവരെ സ്നേഹമുണ്ടാകും, ഇറങ്ങി വരുന്നിടത്തെ അനുഗ്രഹം നിറയും. അപ്പൊ താണുനിലത്തെ നീരോടു എന്ന് നമ്മൾ കേൾക്കാറുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. നമ്മൾ ഇന്ന് വരെ അഹങ്കരിച്ചിരിക്കുന്നു, അന്ന് വരെ നമുക്ക് ദൈവത്തെ കണ്ടെത്താനാവില്ല. അന്ന് കർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരും ഈ ഫരിസേരും ഫരിസേരും ഒക്കെ ഒരു വിധത്തില് ഈശോ ഈ സക്കേയൂസിന്റെ ഭവനത്തിലേക്ക് ചെല്ലുന്നു എന്ന് കേട്ടപ്പോഴേക്കും അവരൊക്കെ പിറുപിറുക്കാൻ തുടങ്ങിയെന്നാ പറയുക. അവർക്കൊരു അഹന്ത, അവരൊക്കെ മറ്റുള്ളവരെല്ലാം താഴ്ത്തി കിട്ടുന്നത്, ഇവൻ പാപിയാണല്ലോ എന്ന് പറഞ്ഞിട്ട്. അതല്ല നമുക്ക് വേണ്ടത്. അഹങ്കാര ചിന്താഗതി വെടിയുക, മറ്റുള്ളവരെ വിധിക്കുന്ന മനോഭാവം വെടിയുക, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന മനോഭാവം വെടിഞ്ഞ് എളിമയുടെ തലത്തിലേക്ക്, ഞാനും എനിക്കുള്ളതും ദൈവത്തിന്റെ ദാനമാണെന്നൊരു ബോധത്തിലേക്ക്, മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതുന്ന ആ ഒരു മനോഭാവത്തിലേക്ക്. പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് അത് പറയുന്നുണ്ടല്ലോ റോമാക്കാർക്കുള്ള ലേഖനത്തിൽ, മറ്റുള്ളവരെ നിങ്ങളെക്കാളും ശ്രേഷ്ഠരായി കരുതുക എന്ന് പറയും. ഫിലിപ്പിയര് 2 പ്രത്യേകം എടുത്ത് പറയാം. അതുപോലെ 12-ാമത്തെ റോമാക്കാർക്കുള്ള ലേഖനം 12-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കും, എളിമയുടെ ഒരു മനോഭാവം നമുക്കുണ്ടാകണം, മറ്റുള്ളവരെ ഇതിനേക്കാളും ശ്രേഷ്ഠരായി കരുതുക എന്ന് പറയും. അപ്പൊ 3-ാമത്തെ കാര്യം, സന്തോഷത്തോടെ. ക്രൈസ്തവ ജീവിതം ഒരു തേങ്ങിക്കരച്ചിലല്ല, പിന്നെയോ സന്തോഷത്തിന്റെ ജീവിതമാണ്. ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. എന്താണെന്നറിയാവോ? 4-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ സന്തോഷിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ. എവിടെയായിരുന്നുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതിയെന്നറിയാവോ? ജയിലിൽ കിടന്നുകൊണ്ട് എഴുതിയതാ. ജയിലിൽ കിടന്നുകൊണ്ട് കർത്താവിനെ പ്രതി ജയിലടയ്ക്കപ്പെട്ട് അവിടെ വേദന അനുഭവിക്കുമ്പോഴും ആ സഹനത്തിന്റെ നടുവിലും അദ്ദേഹം എഴുതുക, നിങ്ങൾ സന്തോഷിക്കുക, കർത്താവിൽ സന്തോഷിക്കുക എന്ന്. കാരണം കർത്താവ് ഏകുന്ന സന്തോഷം നമ്മുടെ ഉള്ളിൽ നിന്ന് ആർക്കും എടുത്തു കളയാൻ പറ്റത്തില്ല. നമ്മൾ യോഹന്നാൻ 16:22 അത് വായിക്കും. ഈശോ പറയും,
നിങ്ങളിപ്പോൾ ദുഃഖിതരാ, പക്ഷെ ഞാൻ വരും, അപ്പോഴോ നിങ്ങൾ സന്തോഷിക്കും. ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. നമുക്കറിയാം യോഹന്നാൻ 15:11 ഈശോ പറയുക, ഇതൊക്കെ ഞാൻ എന്തിനാ നിങ്ങളോട് പറയുന്നറിയാവോ? എൻ്റെ സന്തോഷം നിങ്ങളിൽ നിറയണം, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകണം, അതിനുവേണ്ടിയാണ്. ഈശോ ജനിച്ചപ്പോഴും മാലാഖമാർ പറഞ്ഞു, ഇതാ സർവ്വജനത്തിന് സന്തോഷമേകുന്ന സദ്വാർത്ത. ഈശോ എവിടെയൊക്കെ കടന്നു വരുമോ പ്രിയപ്പെട്ടവരെ, അവിടെ എല്ലാം സന്തോഷമുണ്ട്. കാനായിലെ കല്യാണ വിരുന്നിൽ 5 അപ്പം കൊണ്ട് കർത്താവ് 1000 പേരെ തീറ്റിപ്പൊറ്റിയപ്പോൾ, ജൈറസിന്റെ ഭവനത്തിൽ, ലാസറിന്റെ ഭവനത്തിൽ കർത്താവ് എവിടെയൊക്കെ കടന്നു വരുന്നു അവിടെയെല്ലാം സന്തോഷമാണ്. നമ്മുടെ ദുഃഖത്തെ അകറ്റി സന്തോഷിപ്പിക്കുന്ന കർത്താവ്. അപ്പോൾ കർത്താവിനെ ഞാൻ കണ്ടുമുട്ടിയോ പിന്നെ എനിക്ക് സന്തോഷിക്കാതിരിക്കാൻ പറ്റത്തില്ല. ആ രീതിയിൽ പിന്നെ സ്വീകരിച്ചു, അവനെ സ്വീകരിച്ചു. 3 തരം ക്രൈസ്തവരെ കുറിച്ച് പറയാറുണ്ട്. ഒന്നാമത്തത് ലേബൽ ക്രിസ്ത്യാനികൾ, 2 പെരിഫറൽ ക്രിസ്ത്യാനികൾ, മൂന്നാമത്തത് സെൻട്രൽ ഓർ ബേസിക് ക്രിസ്ത്യൻസ് എന്ന് പറയാം. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ അത് ഈ ലേബല് പോലെയാണ്. നമ്മൾ ക്രൈസ്തവരെന്നുള്ള രീതിയിൽ ക്രൈസ്തവ വേഷമുണ്ട്, ക്രൈസ്തവ പേരുണ്ട്, ക്രൈസ്തവ പടങ്ങൾ വീട്ടിലുണ്ട്, അതുകൊണ്ട് മാത്രം ക്രൈസ്തവരാകുന്നില്ല. ക്രിസ്തു ലേബല് മാത്രം, ഉള്ളിൽ കർത്താവില്ലാത്ത അവസ്ഥ, അത് ലേബൽ ക്രിസ്ത്യാനികളാണ്. രണ്ടാമത്തെ കൂട്ടരോ അവർ പെരിഫറൽ ക്രിസ്ത്യാനികൾ, അതായത് കർത്താവ് അവർക്ക് പലതിലൊന്ന്, വേറെ എങ്ങും പോകാനില്ലെങ്കിൽ വേണേ അവർ പള്ളിയിൽ പോകും, വേറെ ഒന്നും ചൊല്ലാനില്ലെങ്കിൽ പ്രാർത്ഥനയൊന്നും ചൊല്ലും, വേറെ ഒന്നും വായിക്കാനില്ലെങ്കിൽ ബൈബിൾ ഒന്ന് വായിക്കും. ആ രീതിയിൽ കർത്താവിനെ പലതിലൊന്നായിട്ട് കാണുന്ന രീതി, അതാണ് പെരിഫറൽ. പെരിഫറി എന്ന് പറഞ്ഞാൽ അരികെ എന്നർത്ഥം. അരികെ ക്രിസ്ത്യാനികൾ കർത്താവിനെ അരികിലിരുത്തുക. എന്നാൽ യഥാർത്ഥ ക്രൈസ്തവൻ ആരാ? കർത്താവിനെ സ്വീകരിച്ച് തൻ്റെ ഹൃദയത്തിലേക്ക് ഹൃദയശരനായി സ്വീകരിച്ച് തൻ്റെ ജീവിതത്തിലേക്ക് തൻ്റെ കുടുംബത്തിലേക്ക് സ്വീകരിച്ച് ആ കർത്താവിന് ജീവിതത്തിൽ ഏറ്റവും മുഖ്യ സ്ഥാനം കൊടുത്ത് അവിടുത്തെ കേന്ദ്രമാക്കി, അവിടുത്തെ ആധാരമാക്കി, അവിടുത്തെ പ്രീതിപ്പെടുത്തി ജീവിക്കുന്ന ആളാണ് യഥാർത്ഥ ക്രൈസ്തവൻ. പ്രിയപ്പെട്ടവരെ, ആ രീതിയിൽ നമുക്ക് ജീവിക്കാൻ തയ്യാറാകാം. സക്കേവസിനെ നമുക്കൊന്ന് അനുകരിക്കാം. നമുക്ക് തിടുക്കത്തിൽ ജീവിക്കാം, ഒരു തിടുക്കത്തോടെ. വ്യഗ്രതപ്പെടുന്നതല്ലല്ലോ, കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ ഇതാണ് സമയം. ആ സമയം നോക്കി നമ്മൾ സമയം കളയരുത്. അപ്പം ആ രീതിയിൽ നമ്മൾ തിടുക്കത്തിൽ ഇറങ്ങി വന്നു നമുക്ക് എളിമപ്പെടാം, നമുക്ക് മാപ്പ് ചോദിക്കാം, എളിമയോടുകൂടി നമുക്ക് ജീവിതത്തെ തന്നെ സമീപിക്കാം, മറ്റുള്ളവരെ സമീപിക്കാം, പ്രധാനമായി ദൈവത്തെ സമീപിക്കാം. അതേപോലെ സന്തോഷത്തോടെ ജീവിതം സന്തോഷം നിറഞ്ഞതാകട്ടെ. നമ്മളെ ദുഃഖിപ്പിക്കുന്ന എല്ലാം നമുക്കൊന്ന് തള്ളിക്കളഞ്ഞ് സന്തോഷമേകുന്ന കർത്താവിനെ ഉൾക്കൊണ്ട് എന്നിട്ട് നമുക്ക് അവനെ സ്വീകരിക്കാം. അവനെ നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രമായി, കുടുംബത്തിന്റെ കേന്ദ്രമായി പ്രതിഷ്ഠിക്കാം. അവനെ നാഥന കർത്താവുമായി സ്വീകരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവൻ നമ്മുടെ ജീവിതത്തിൽ ഭരണം നടത്തും. അത് നമ്മളെ രക്ഷയിലേക്ക് നയിക്കും. കർത്താവ് നമ്മളോടും പറയട്ടെ, ഇന്ന് ഈ കുടുംബത്തിന്, ഇന്ന് ഈ വ്യക്തിക്ക് രക്ഷ കൈവന്നിരിക്കുന്നു. കർത്താവിൻ്റെ കൃപയാൽ നിറഞ്ഞ് ജീവിക്കാം. അതിനുവേണ്ട കൃപാവരം ദൈവം നമുക്കെല്ലാം ഏകുമാറാകട്ടെ. ആമേൻ.